മക്കളെ, എല്ലാവർക്കും ആൽഫയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ആൽഫ അക്കാഡമി നടത്തുന്ന ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വളരെയധികം ഗുണപ്രദവും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനും വളരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടെല്ലാം പറയുക നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച്. കൂടാതെ നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ ഞങ്ങളുടെ ആൽഫയുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് എൻട്രി ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്ലാസ്സുകൾ എൻജോയ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് സാർ പറയാൻ പോകുന്നത് ഗ്രാവിറ്റേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ്, രസകരമായ കാര്യങ്ങളാണ്. എടാ, പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് നിന്നോടൊക്കെ. എന്താണ് ചോദ്യം എന്നറിയാമോ? ഈ നമ്മുടെ എർത്ത് മൂണിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ മൂൺ ഒരിക്കലും എർത്തിന്റെ സർഫസിലേക്ക് വന്ന് പതിക്കുന്നില്ല. ശരിയാണല്ലോ, ഇത് ഞാൻ കേട്ടിട്ടുള്ളതാണല്ലോ. എന്താണ് അതിന്റെ കാരണം എന്നല്ലേ? അത് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ആൻസർ പറയുക? അതായത് ദേ ഇവിടെ നോക്കേ, നമ്മുടെ എർത്ത് അല്ലെ, ഈ എർത്ത് കുട്ടൻ ദേ ഇവിടെ ഇങ്ങനെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയാണ്. അവന് ചുറ്റും ദേ ഇങ്ങനെ ഒരു ഓർബിറ്റിലൂടെ ആരാണ്? ദേ ചന്ദ്രമാമൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ആരാണ്? മൂണാണ് അല്ലെ. ബട്ട് ദേ ഇങ്ങനെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ മൂൺ വന്ന് വീഴുന്നുണ്ടോ? ഇല്ല. എന്താണ് കാരണം? അത് ശരിയാണല്ലോ, മേളിലാണല്ലോ നിൽക്കുന്നത്, താഴേക്കല്ലേ വീഴേണ്ടത്? വീഴുന്നില്ല. കാരണം ദേ നമ്മുടെ എർത്ത് മൂണിനെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യുമ്പോഴുണ്ടല്ലോടാ, ഇതിനിടയിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട് അല്ലെ. അതിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? Fg ഇൻറ്റു നമ്മുടെ എർത്തിന്റെ മാസ് ഇൻറ്റു മൂൺ കുട്ടന്റെ മാസ്. അപ്പൊ എന്ത് പറയാം? mm ബൈ ഇതിനിടയിലുള്ള അകലം, എർത്തിന്റെ സെന്ററിൽ നിന്ന് ഇവിടെ വരെയുള്ള അകലം, അതിന്റെ ആർ സ്ക്വയർ. അപ്പൊ Fg=gmm/r². രണ്ടാമത് നോക്കേ, ഈ ഒരു ഫോഴ്സ്, അതായത് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മുടെ എർത്ത് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് അല്ലയോ, എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ വീഴണ്ടല്ലേ? ഇല്ല. കാരണം ഈ ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ചന്ദ്രൻ മാമൻ നേരെ ഇങ്ങനെ മൂവ് ചെയ്യും. അഥവാ മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ട് മാറുന്നു. സെൻട്രിപിറ്റൽ ഫോഴ്സ് mv²/r ആയിട്ട് മാറുന്നു. അപ്പോൾ ക്ലിയർ ആണ്. എന്താ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ട് മാറിയാൽ ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. എന്ത് ചെയ്യത്തില്ല? എർത്തിന്റെ സെന്ററിലേക്ക് വന്ന് വീഴുകയില്ല. അതാണ് ഒരു കാരണം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഉത്തരം വളരെ ക്ലിയർ. എന്താ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ട് മാറി. ആരിൽ? മൂണിൽ. അതുകൊണ്ട് മൂൺ എന്ത് ചെയ്തു? അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ മൂൺ മൂവ് ചെയ്യുന്ന നോക്കേ, ഇതിന്റെ വെലോസിറ്റിയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും തമ്മിൽ എന്തായിരിക്കും? മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഈ രണ്ട് കാര്യം എഴുതി വെച്ചാൽ മാർക്ക് പോക്കറ്റിൽ. ഓക്കെ ആണോ? അപ്പൊ എന്തുകൊണ്ടാണ് മൂണിനെ നമ്മുടെ എർത്ത് അട്രാക്ട് ചെയ്തതിനൊക്കെ സർഫസിലേക്ക് വീഴാത്തത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആക്കി മാറി. രണ്ട്, അവിടുത്തെ വെലോസിറ്റിയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും എന്താ? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം സാർ പറയുന്നു, നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന മാവിൽ നിന്നും മാങ്ങ അടർന്ന് താഴേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മാങ്ങയെടുക്കലേക്ക് എർത്ത് പോകാഞ്ഞത്? എർത്തിന്റെ അടുക്കിലേക്ക് മാങ്ങ വന്നത്? ശരിയാണല്ലോ. എങ്ങനെ? എർത്തിന്റെ സർഫസിൽ നിൽക്കുന്ന മാവ്, മാവിനകത്ത് നിൽക്കുന്ന മാങ്ങ, എർത്തും മാങ്ങയും തമ്മിൽ അട്രാക്ട് ചെയ്താൽ മാങ്ങ താഴേക്ക് വീഴുന്നുണ്ട്. എർത്ത് മുകളിലേക്ക് പോകാത്തതിന്റെ കാരണം, എർത്ത് മാങ്ങയെടുക്കിലേക്ക് പോകാത്തതിന്റെ കാരണം. ശരിയാണല്ലോ സാറേ? ഇത് പണ്ട് ക്ലാസ്സിൽ പറഞ്ഞ് ഞങ്ങൾ ചിരിച്ചിട്ടുള്ള കാര്യമാണല്ലോ. അതെ, അതിനുള്ള ഉത്തരം എന്താണ്? കാരണം അട്രാക്ഷൻ ഉണ്ട്. ഇവിടെ ഈ ഒരു മാങ്ങയുടെ മാസ് സ്മാൾ എം ആണ്, എർത്തിന്റെ മാസ് ഹെവിയാണ്, ക്യാപിറ്റൽ എം ആണ്. ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം അട്രാക്ട് ചെയ്യുമ്പോൾ മാങ്ങ അങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നു, മാങ്ങയിലെ ഫോഴ്സ്. എർത്ത് ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നു, എർത്തിന്റെ ഫോഴ്സ്. ന്യൂട്ടൺ പറഞ്ഞു തന്നിട്ടുണ്ട്, എവരി ആക്ഷൻ there is an equal and opposite reaction. എന്താ കാരണം? അടുത്തിരിക്കുന്നവന്റെ കാലിൽ കോമ്പസ് വെച്ച് കുത്തിയാൽ അവൻ ഡിവൈഡർ വെച്ച് കുത്തും. ഡബിൾ ആക്ഷൻ എന്ന് പറയുന്ന പോലെ ടു എവരി ആക്ഷൻ there is an equal and opposite reaction. എന്തുണ്ടാവും മക്കളെ? പരസ്പരം അട്രാക്ഷൻ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ഷൻ ഉണ്ട്. ബോത്ത് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. എന്നാൽ ന്യൂട്ടൺ പറഞ്ഞു, എർത്തിനൊരു വലിയ മാസ് അല്ലേടാ. ഈ വലിയ മാസ് ഉള്ളതിലേക്ക് എന്ത് ചെയ്യും? വലിയ മാസ് ആണെങ്കിൽ ആക്സിലറേഷൻ കുറവായിരിക്കും, ചെറിയ മാസ് ആണെങ്കിലോ ആക്സിലറേഷൻ കൂടുതലായിരിക്കും. സിമ്പിൾ ട്രിക്ക്. എന്താ? മാസ് ഹെവി ആയാൽ ആക്സിലറേഷൻ കുറയും, മാസ് ചെറുതായാൽ ആക്സിലറേഷൻ കൂടും. അപ്പോ മാങ്ങയ്ക്ക് ആക്സിലറേഷൻ കൂടുതൽ, നേരെ എർത്തിന്റെ സർഫസിലേക്ക് വരുന്നു. ക്ലിയർ ആണോ? രണ്ടാമത്തെ ചോദ്യം നമുക്ക് രണ്ടും ക്ലിയർ ആയിട്ട് തന്നെ പറയാൻ കഴിഞ്ഞു.
മക്കളെ, അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കോൺസെപ്റ്റുകൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിയില്ലേ? തീർച്ചയായിട്ടും ഇംപ്രൂവ്മെന്റ് എക്സാമിന് ഇത്തരം ക്വസ്റ്റ്യനുകൾ ഉണ്ടെങ്കിൽ തല പുകയ്ക്കേണ്ടടാ, ഈസി ആയിട്ട് പഠിക്കാൻ നമ്മുടെ ക്ലാസ്സുകൾ വളരെ ധാരാളം. അപ്പൊ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന് ഏറ്റവും നല്ല സ്കോർ ചെയ്യാൻ, ഏറ്റവും നല്ല മാർക്ക് വാങ്ങുവാൻ ആൽഫയുടെ ക്ലാസ്സുകൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും. ഇനി ഇതേപോലെയുള്ള ചോദ്യങ്ങൾ, ഇതേപോലെയുള്ള ഉത്തരങ്ങൾ ഇതൊക്കെയായിട്ട് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ആൽഫയുടെ ക്ലാസ്സുകളിലേക്ക് വരൂ. ഇതിനകത്ത് നിങ്ങൾക്ക് വളരെ ഈസി ട്രിക്കുകളുമായിട്ട് നമ്മുടെ അധ്യാപകർ കാത്തിരിപ്പുണ്ട്. ഇത് മാത്രമല്ല മക്കളെ, കെമിസ്ട്രിയുടെ ക്ലാസ്, ബയോളജിയുടെ ക്ലാസ്, മാത്സിന്റെ ക്ലാസ്, ഡിപ്പൻ നല്ല കിടുക്കൻ ക്ലാസ്സുകൾ ആൽഫയിലേക്ക് വരിക. ആൽഫയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എൻജോയ് ചെയ്യാൻ എത്തുക. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ജോയിൻ ചെയ്തുകൊള്ളുക. നിങ്ങളുടെ ഫ്രണ്ടുകളോട് കൂടി ഇത് പറയുക. ആൽഫയുടെ ക്ലാസ്സുകളിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, നമസ്കാരം.